സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടാത്തതിൽ ട്രംപിനാകെ നിരാശയാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പാവൻ ട്രംപിന് അറിയില്ല. പക്ഷേ തള്ളിന് ഒരു കുറവുമില്ല. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വെനസ്വേല പ്രതിപക്ഷ നേതാവ്, വെനസ്വേലയുടെ ഉരുക്കു വരുന്നറിയപ്പെടുന്ന മരിയ കുരിന മച്ചോഡോയ്ക്ക് നിരവധി തവണ താൻ സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് തള്ളിവിടുകയാണ് ട്രംപ്. നൊബേൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കൊരിന തന്നെ വിളിച്ചിരുന്നു. തന്നോടുള്ള ബഹുമാനാർത്ഥം താൻ ആ സമ്മാനം സ്വീകരിക്കുകയാണെന്ന് തന്നോട് പറഞ്ഞതായി ട്രംപ് പറയുന്നു. ഇതൊരു ഗതികേടാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു പ്രസിഡന്റ് ഇങ്ങനെ അധപതിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. മറ്റൊന്നുകൂടി പറഞ്ഞു, കൊരീന അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടാകാം നൊബേൽ സമ്മാനം കിട്ടിയത്, താൻ എന്തായാലും ചോദിക്കാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് തൊട്ട് ട്രംപ് ഈ കടന്ന് കാണിച്ചതൊക്കെ എന്തായിരുന്നു? എന്തായാലും വൈറ്റ് ഹൗസ് നേരത്തെ തന്നെ ഒരു പ്രസ്താവന തയ്യാറാക്കി വച്ചിരുന്നു. നൊബേൽ സമ്മാനത്തിന്റെ 7 ഏലത്തൂടി പോകാനുള്ള യോഗ്യത പോലും ട്രംപിനില്ലെന്ന് വൈറ്റ് ഹൗസിലെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അവരൊരു ട്രംപിന്റെ അംഗീകാരമുള്ള ട്രംപ് ഒപ്പിട്ട ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കി വെച്ചു. ട്രംപിന് നൊബേൽ സമ്മാനം ലഭിക്കാത്തതിലുള്ള വിമർശനമാണ് നേരത്തെ തയ്യാറാക്കി വെച്ച പത്രക്കുറിപ്പിലൂടെ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടത്. മനുഷ്യത്വമുള്ള ആളാണ് ട്രംപ് എന്ന് വൈറ്റ് ഹൗസ് അതിൽ പറയും. നൊബേൽ കമ്മിറ്റി സമാധാനത്തെക്കാൾ രാഷ്ട്രീയത്തിനാണ് പരിഗണന കൊടുത്തത്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ജീവനുകൾ രക്ഷിക്കാനുമുള്ള ശ്രമങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുമെന്നും വൈറ്റ് ഹൗസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് നൊബേൽ തരുമോ എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എന്നാൽ മരിയ കുരീന അത് അവരോട് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. സമാധാനത്തിന് നൊബേൽ ലഭിച്ച ആ വ്യക്തി എന്നെ വിളിച്ചിരുന്നു. താങ്കളോടുള്ള ബഹുമാനാർത്ഥം താൻ നൊബേൽ സമ്മാനം സ്വീകരിക്കാൻ പോകുകയാണ്, അനുവദിക്കണം, ആശീർവദിക്കണം എന്ന് പറഞ്ഞത്രേ. ഒന്നും കൂടി പറഞ്ഞത്രേ, സമാധാനത്തിനുള്ള ആ നൊബേൽ സമ്മാനം സ്വീകരിക്കേണ്ട യോഗ്യനായ ആൾ ട്രംപ് തന്നെയാണെന്ന്. എന്തൊരു തള്ളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ. വെനസ്വേല ദുരന്തം നേടുമ്പോൾ അവരെ ഞാൻ ധാരാളം സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ എനിക്കറിയാം എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും വെനസ്വേലയിലെ ഉരുക്കു വനിത, ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം നയിക്കുന്ന മറിയ കൊരീനയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചതിൽ ട്രംപ് മാത്രമേ കുറ്റം കണ്ടിട്ടുള്ളൂ. സമാധാനത്തിന് നൊബേൽ സമ്മാന പുരസ്കാരം ലഭിക്കുന്ന 20ാമത്തെ വനിതയാണ് ഇവർ. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. സ്വേച്ഛാധിപത്യത്തിൽ നിന്നും സമാധാനപരമായി ജനാധിപത്യ സംരക്ഷണ പോരാട്ടം നടത്തി ഇതുവരെ എത്തിയ സ്ത്രീയാണ്. എന്നിട്ടും ട്രംപിനൊരു വിലയുമില്ല. നേരത്തെ ട്രംപ് എന്താണ് പറഞ്ഞത്? തനിക്ക് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട്, തനിക്ക് മാത്രമേ അർഹതയുള്ളൂ. 7ഓളം ആഗോള യുദ്ധങ്ങൾ മധ്യസ്ഥതയിലൂടെ അവസാനിപ്പിച്ച കഴിവ് തനിക്കുണ്ട്, ആ ക്രെഡിറ്റ് തനിക്കുണ്ട്, അതുകൊണ്ട് തനിക്ക് തരണം സമാധാനത്തിന് നൊബേൽ സമ്മാനം, ബാക്കിയെല്ലാം തനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇനി ഇത് മാത്രമേ ലഭിക്കാനുള്ളൂ എന്നാണ് നോർവേയിലെ സമ്മാന കമ്മിറ്റിയോട് ട്രംപ് ആവശ്യപ്പെട്ടത്. 2018 മുതൽ ട്രംപിന് ദയവ് ചെയ്ത് ഒരു നൊബേൽ സമ്മാനം കൊടുക്കണേ എന്ന് പറഞ്ഞ് US നിരവധി പേർ നോർവേയിലെ കമ്മിറ്റിക്ക് കത്തയക്കുന്നുണ്ട്. ഇത്തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പാക് സർക്കാരും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു ഡൊണാൾഡ് ട്രംപിന് കൊടുക്കണം നൊബേൽ സമ്മാനമെന്ന്. എന്നിട്ടും സമ്മാന കമ്മിറ്റി അതിന് വഴങ്ങിയില്ല, കേട്ട മട്ടെടുത്തില്ല. കാരണം ട്രംപിന് അതിന് യോഗ്യതയില്ല എന്ന് തന്നെയാണ്. ഇനി എങ്ങാനും ആഗോള സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപിന് നൊബേൽ സമ്മാനം കൊടുത്തിരുന്നെങ്കിൽ നേരത്തെ കൂട്ടി അത് വാങ്ങിയവരെല്ലാം വരിയായി വന്നു നിന്ന് തിരികെ ഏൽപ്പിച്ചനെ. സമ്മാനത്തിന്റെ പകിട്ടും ആ സമാധാനത്തിൽ അങ്ങ് അരിഞ്ഞു പോയനെ. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് ഇപ്പൊ ആശ്വസിക്കാം. കാരണം ഇപ്പോൾ നൊബേൽ സമ്മാനം ലഭിച്ച മരിയയ്ക്ക് അവരങ്ങോട്ട് ചോദിച്ചിട്ടാണ് ആ സമ്മാനം കിട്ടിയതെന്നൊരു ധാരണയാണ് ട്രംപിന്റെ മനസ്സിലുള്ളത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം അല്ലെങ്കിൽ ട്രംപ് 2026 25 സമാധാനത്തിന് നൊബേൽ സമ്മാനത്തിന് വീണ്ടും അപേക്ഷിക്കും. അതിനിട വരുത്തരുതേ എന്നാണ് ഇപ്പോൾ അമേരിക്കക്കാരുടെയും ലോകത്തിന്റെയും പ്രാർത്ഥന. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച